സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നുള്ളത് വസ്തുതയാണ്, അല്ലെങ്കിൽ ജനങ്ങളത് നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. പെൻഷൻ മുടങ്ങിയിരിക്കുന്നു, ആ പെൻഷൻ വീണ്ടും വിതരണം ആരംഭിക്കുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതായത് നമുക്കിപ്പോൾ പറയാം, ഈ പറഞ്ഞതുപോലെ ശരിയാണ്, മതത്തിൻ്റെ പേരിൽ ഒരിക്കലും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മനുഷ്യനെ അകറ്റി നിർത്തുന്നതല്ല, ചേർത്ത് നിർത്തുന്ന സംസ്ഥാനമാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഭരണ നേതൃത്വം ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 8 വർഷക്കാലമായി ഇടതുമുന്നണി ഭരിക്കുന്ന സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ, സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം അവിടെ തകർക്കപ്പെടുകയല്ലേ ഇടതുമുന്നണിയോടുള്ള? അതെ, ജനങ്ങൾ കാര്യങ്ങളത് മനസ്സിലാക്കി പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യവും അത് കേരളം കൂടി ഉൾപ്പെട്ടതാണല്ലോ. സാഹചര്യം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ വലിയ തോതിലുള്ള ഒരു ക്യാമ്പയിൻ, ഒരു ആൻറ്റി ലെഫ്റ്റ് ക്യാമ്പയിൻ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയിലാകെ നടക്കുന്നത് ഒരു പ്രോ റൈറ്റ് ക്യാമ്പയിൻ. ഈ കേരളത്തിൽ ഒരു ആൻറ്റി ലെഫ്റ്റ് ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ്റെ ഒരു ഭാഗം കൂടിയുണ്ട്. മറ്റൊന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപർണയോടെ സൂചിപ്പിച്ചതുപോലെ സപ്ലൈകോയുടെ ചില പ്രശ്നങ്ങളുണ്ട്, പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താ? പെൻഷൻ ഇപ്പോൾ പറഞ്ഞല്ലോ, കേവലം 400 രൂപയുണ്ടായിരുന്ന പെൻഷൻ 1600 വർദ്ധിപ്പിച്ചു കൊടുത്തത് ഈ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം 2000 രൂപയായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ട്, ഓരോ കാര്യവും പറഞ്ഞിട്ടാണ് ഇടതുപക്ഷം ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും താഴെ തുടങ്ങി പരിഗണിച്ച് മുകളറ്റം വരെയും പരിഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങുന്നു? എന്തുകൊണ്ട് ഉച്ചഭക്ഷണം കുട്ടികളുടെ, പറഞ്ഞില്ല, സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണം വൈകുന്നു? അവർക്ക് കൊടുക്കാനുള്ള ഫണ്ട്, സ്കൂളുകൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് വൈകുന്നു. ഈ കേരളം ചർച്ച ചെയ്തു. ന്യായമായും കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട സാമ്പത്തികമായ അവകാശങ്ങൾ, ഒരു എക്കണോമിക് എമർജൻസി, ഒരു അടിയന്തരാവസ്ഥ ആണ് കേരളം നേരിടുന്നത് കേന്ദ്രത്തിൽ നിന്ന്. അപ്പോൾ ഭരണഘടനാപരമായി നമുക്ക് തരേണ്ട സാമ്പത്തികമായ വിഹിതങ്ങൾ തരുന്നില്ല. അപ്പോൾ അങ്ങനെ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പയിന് പോയപ്പോൾ ഒരു അമ്മാവ് ചോദിച്ചു, 1600 രൂപ കിട്ടിയിരുന്നതാണ്, ഇപ്പോൾ 1300 ഉള്ളല്ലോ, 1400 ഉള്ളല്ലോ, 1100 ഉള്ളല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സ്ഥിതി? ഈ 1300, 1200, 1400 കേരളത്തിൻ്റെ ഷെയറാണ്, അത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 200, 300, 400 രൂപ കേന്ദ്രം ഷെയർ ചെയ്യുന്നത്, അതായത് വിധവ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അംഗപരിമിതർക്കുള്ള പെൻഷൻ, ഈ പെൻഷനിലാണ് വളരെ നാമമാത്രമായ 200 രൂപയും 300 രൂപയും 400 രൂപയും കേന്ദ്രം തരുന്നത്. അതിപ്പോൾ 1 വർഷമായിട്ട് തരുന്നില്ല. ആ കുറവാണ് കേരളത്തിൽ കയ്യിൽ കിട്ടുന്ന ഈ സാധാരണ പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാർക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് 300 രൂപയുള്ളല്ലോ എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും അത് പിണറായി കുറച്ചതാണ്. അപ്പോൾ ഇത് കുറച്ചതാണെന്ന് പറയുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണെന്നല്ല. ഇത് കോൺഗ്രസും BJPയും ഒരുപോലെയാണോ, ഇങ്ങനെ ഒരേ വാക്കുകളിലാണോ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുമുന്നണിക്കെതിരെ? തീർച്ചയായിട്ടും അതിൽ അവർക്ക് എന്താ പറയുക, ഒരു നിലപാടോ ഒരു നേരോ നിറിവോ ഇല്ല എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ. എങ്ങനെയും അധികാരത്തിൽ വരിക, അതെന്ത് നുണ പറഞ്ഞാണെങ്കിലും പണം കൊടുത്താണെങ്കിലും എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരിക, ആ അധികാരത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുക, അതുപയോഗിച്ച് പണം ഉണ്ടാക്കുക, വീണ്ടും അധികാരത്തിൽ വരിക.